രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരണം നടക്കുകയാണ്. നിയമസഭയിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ രാവിലെ 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം തുടങ്ങി. ഈ വർഷം അവസാനം തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബജറ്റിൽ തിരുവനന്തപുരം മെട്രോയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ 2025-26 ആരംഭിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. വയനാടിനും ബജറ്റിൽ കൈത്താങ്ങ്. വയനാട് പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി. ബജറ്റ് അവതരണത്തിനിടെ കേന്ദ്രത്തെ വിമർശിക്കുകയുമുണ്ടായി. നികുതി വിഹിതം വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തിന് തിരിച്ചടിയായി. വയനാട് ദുരന്തത്തിന് ഒരു പൈസ പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെന്നും ധനമന്ത്രി സൂചിപ്പിച്ചു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഫെബ്രുവരിയിൽ നൽകുമെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നും PF-ൽ ലയിപ്പിക്കുമെന്നും DA കുടിശ്ശികയുടെ 2 ഗഡു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം അതിജീവിച്ചുവെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കിഫ്ബി പരീക്ഷണത്തെ റദ്ദ് ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബി വായ്പ കടമായി കണക്കാക്കുന്നു. മുൻകാല പ്രാബല്യത്തോടെയാണ് അത് ചെയ്തത്. കിഫ്ബി പദ്ധതികൾക്കിപ്പോൾ ബജറ്റിൽ നിന്നാണ് പണം നൽകുന്നത്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാൻ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി.